ഈ ചൂടുകാലത്ത് സ്കിൻ ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചർമ്മത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ടോക്ക് ഷോ ഫംഗൽ ഫ്രീ ഇന്ത്യയിൽ സംസാരിക്കാൻ ഇന്ന് ജോയിൻ ചെയ്യുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ അഞ്ജലി ഉല്ലാസ് ഫ്രം കാലിക്കറ്റ്. ഡോക്ടർ, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഏതാണ്? തൊലിപ്പുറം മാത്രം എഫക്ട് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻ. സോ അതിൽ നമുക്ക് സാധാരണ നമ്മൾ എല്ലാവരും കാണുന്ന വട്ടച്ചൊറി, അതേപോലെ തന്നെ ഇപ്പം സാധാ ചുണങ്ങ്, പിന്നെ നഖത്തിനൊക്കെ ബാധിക്കുന്ന നിങ്ങൾക്ക് കാണാം ചില സമയത്ത് ഒരു മഞ്ഞ കളർ ഒരു വെള്ള കളറൊക്കെ നഖത്തിൽ ഉണ്ടാവുന്നത്. സോ അതൊക്കെ നഖത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇടുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പൽ ബാധ. സോ അതൊക്കെ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസിൽ കാറ്റഗറൈസ് ചെയ്ത് വരുന്നതാണ്. ഈ ഡീപ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ഉള്ളിലത്തെ അവയവങ്ങളൊക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്. സോ അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ഫോം ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ. അത് നമുക്ക് എന്തായാലും അഗ്രസീവ്ലി ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കൂടെ കൂടെ വരുന്നത്? ഫംഗൽ ഇൻഫെക്ഷൻ എസ്പെഷ്യലി ഈ സൂപ്പർഫിഷ്യൽ നമ്മുടെ സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന വട്ടച്ചൊറി, അതൊക്കെ മിക്ക ആൾക്കാരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോവാതെ സ്ട്രേറ്റ് ഫാർമസിയിൽ പോയിട്ട് അവരുടേതായ മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് അവർ വാങ്ങിക്കും. അതിൽ മിക്ക സമയത്തും സ്റ്റിറോയിഡ് പോലത്തെ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. സോ അതൊക്കെ ഫംഗസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫംഗസ് ഒരിക്കലും ഒരു മാറാത്ത സ്റ്റേറ്റിലേക്ക് മാറിപ്പോകും. സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സിലേക്കാണ് ആക്ച്വലി പോകുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ, ലൈക്ക് ഇംപ്രോപ്പർ ട്രീറ്റ്മെന്റ്. പിന്നെ ചില ആൾക്കാർ സിംറ്റംസ് കുറച്ചൊന്ന് മാറി വരുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് അങ്ങ് നിർത്തിക്കളയും. സോ ദർ ഇസ് എ ഡ്യൂറേഷൻ ഫോർ ട്രീറ്റ്മെന്റ്. അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യില്ല. ഇതാണ് മോസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം. ഡോക്ടർ, സിംറ്റംസ് ബെറ്റർ ആവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് നിർത്താൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് അടുത്ത് ഞാൻ എപ്പോഴും മുൻകൂട്ടി തന്നെ പറയും, ഇത് നമുക്കൊരു 2 മാസം, ദാറ്റ് 6 to 8 വീക്സ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണം. അത് അഥവാ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും, ബിക്കോസ് മോസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഫംഗൽ ഇൻഫെക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് സപ്പോസ് ഇപ്പം പേഷ്യന്റ് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല, അങ്ങനത്തെ സാഹചര്യം ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു 2 വീക്സിൽ തന്നെ പേഷ്യന്റ് ചൊറിച്ചല്, അതേപോലെ തന്നെ അവിടുത്തെ ചുവപ്പ് നിറമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും. അത് അവർ നിർത്തും. അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ഇംപ്രോപ്പർ ക്ലിയറൻസ് ആണ്. ഫംഗസിന് കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിൽ നിന്ന് അത് ഒഴിഞ്ഞു മാറില്ല. കംപ്ലീറ്റ് ആയിട്ട് പോണെങ്കിൽ 2 months. ഡോക്ടർ, പ്രഗ്നൻസി ടൈമിൽ ഒരാൾക്ക് ഓറൽ ആന്റി ഫംഗൽ ഡ്രഗ്സ് എടുക്കാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ ടൈം എസ്പെഷ്യലി പ്രഗ്നൻസി നമ്മുടെ പ്രതിരോധ ശക്തിനെ കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ ടൈമിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആക്ച്വലി കോമൺ ആണ്. നമ്മൾ മാക്സിമം പരത്തുന്ന സാധനങ്ങളിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുക. ഓക്കെ, ബട്ട് ചിലവർക്ക് വളരെ കൂടുതലായിട്ട് ചിലപ്പം ബോഡിയിൽ സ്പ്രെഡ് ആയി കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ടൈമിൽ നമുക്ക് ചില ഓറൽ ഡ്രഗ്, ഫോർ എക്സാമ്പിൾ ടെർബിനാഫിനൊക്കെ പ്രഗ്നൻസിയിൽ സേഫ് ആണ്. സോ അങ്ങനത്തെ ഡ്രഗ്സ് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷന് മാത്രം. സോ നമ്മൾ നേരത്തെ അത് പറയും, ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരത്തുന്ന മരുന്ന് മാത്രം കൊടുക്കും. വ്യത്യാസം അധികം കാണുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളിലേക്കുള്ള ഗുളിക തുടങ്ങൂ. ഡോക്ടർ, ഒരാൾ ആന്റി ഫംഗൽ മെഡിസിൻസ് എത്ര കാലം കഴിക്കേണ്ടി വരും? ഇപ്പം നമ്മുടെ സൂപ്പർഫിഷ്യൽ ഫംഗൽ, ലൈക്ക് സ്കിന്നിനെ മാത്രം എഫക്ട് ചെയ്യുന്ന, ലൈക്ക് വട്ടച്ചൊറി, അതേപോലെ പൂപ്പൽ ബാധ, അതിനൊക്കെ നമുക്കൊരു 6 to 8 വീക്സ് മതി, മനസ്സിലായില്ലേ. പക്ഷെ നഖത്തിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഫംഗസ് ആണെങ്കിൽ നമുക്ക് നെയിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതിൽ ആ മരുന്ന് എത്തി പ്രവർത്തിച്ച് ആ റിസൾട്ട് വരാൻ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ടേക്ക് ടൈം. സോ അപ്പൊ അത് എന്തായാലും നമുക്കൊരു 3 to 4 months എന്തായാലും നമ്മൾ മുൻകൂട്ടി പേഷ്യന്റിനോട് ടൈം വാങ്ങിക്കണം. നമ്മൾ പറയണം, യെസ് ഇത്ര സമയം എടുക്കും, ഇത്ര ചെയ്യണം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ ഡ്യൂറേഷൻ നമുക്ക് പേഷ്യന്റ് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചികിത്സിക്കേണ്ടി വരും. സീരിയസ് ആയിട്ടുള്ള ഡീപ് ഫംഗൽ ഇൻഫെക്ഷൻസ് തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നതാണെങ്കിൽ എന്തായാലും പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കൂടെ കൂടെ വരുന്നത്? ഫംഗൽ ഇൻഫെക്ഷൻ എസ്പെഷ്യലി ഈ സൂപ്പർഫിഷ്യൽ നമ്മുടെ സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന വട്ടച്ചൊറി, അതൊക്കെ മിക്ക ആൾക്കാരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോവാതെ സ്ട്രേറ്റ് ഫാർമസിയിൽ പോയിട്ട് അവരുടേതായ മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് അവർ വാങ്ങിക്കും. അതിൽ മിക്ക സമയത്തും സ്റ്റിറോയിഡ് പോലത്തെ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. സോ അതൊക്കെ ഫംഗസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫംഗസ് ഒരിക്കലും ഒരു മാറാത്ത സ്റ്റേറ്റിലേക്ക് മാറിപ്പോകും. സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സിലേക്കാണ് ആക്ച്വലി പോകുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ, ലൈക്ക് ഇംപ്രോപ്പർ ട്രീറ്റ്മെന്റ്. പിന്നെ ചില ആൾക്കാർ സിംറ്റംസ് കുറച്ചൊന്ന് മാറി വരുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് അങ്ങ് നിർത്തിക്കളയും. സോ ദർ ഇസ് എ ഡ്യൂറേഷൻ ഫോർ ട്രീറ്റ്മെന്റ്. അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യില്ല. ഇതാണ് മോസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം. ഡോക്ടർ, പ്രഗ്നൻസി ടൈമിൽ ഒരാൾക്ക് ഓറൽ ആന്റി ഫംഗൽ ഡ്രഗ്സ് എടുക്കാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ ടൈം എസ്പെഷ്യലി പ്രഗ്നൻസി നമ്മുടെ പ്രതിരോധ ശക്തിനെ കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ ടൈമിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആക്ച്വലി കോമൺ ആണ്. നമ്മൾ മാക്സിമം പരത്തുന്ന സാധനങ്ങളിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുക. ഓക്കെ, ബട്ട് ചിലവർക്ക് വളരെ കൂടുതലായിട്ട്
ആയിട്ട് ചിലപ്പോൾ ബോഡിയിൽ സ്പ്രെഡ് ആയി കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ടൈമിൽ നമുക്ക് ചില ഓറൽ ഡ്രഗ്, ഫോർ എക്സാമ്പിൾ ടെർബിനാഫിനൊക്കെ പ്രഗ്നൻസിയിൽ സേഫ് ആണ്. സോ അങ്ങനത്തെ ഡ്രഗ്സ് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷന് മാത്രം. സോ നമ്മൾ നേരത്തെ അത് പറയും, ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരട്ടുന്ന മരുന്ന് മാത്രം കൊടുക്കും, വ്യത്യാസം അധികം കാണുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളിലേക്കുള്ള ഗുളിക തുടങ്ങൂ. A public awareness initiative for Healthy India.